ഒരു വട്ടം കൂടിയെന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. ഒരു വട്ടം കൂടിയെന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലി മരമൊന്നുലുത്തുവാൻ മോഹം. മരമൊന്നുലുത്തുവാൻ മോഹം. അടരുന്ന കായ്മണികൾ പൊഴിയുമ്പോൾ ചെന്നെടുത്ത് അതിലൊന്നു തിന്നുവാൻ മോഹം. സുഖമിഴും കയ്പും പുളിപ്പും മധുരവും നുകരുവാനിപ്പോഴും മോഹം. തൊടിയിലെ കിണർ വെള്ളം കോരിക്കുടിച്ചെന്ത് മധുരമെന്നോതുവാൻ മോഹം. എന്ത് മധുരമെന്നോതുവാൻ മോഹം.
അഖിലാണ്ട മണ്ഡല മണിച്ചൊരുക്കി അതിനുള്ളിലാനന്ദ ദീപം കൊളുത്തി പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീ എന്നും സുരഗോള ലക്ഷങ്ങൾ അണിയിച്ചോരത്തി അതിനുള്ള സൗഹൃദ ബന്ധം പുലർത്തി അതിനൊക്കെ ആധാര സൂത്രമീണഗീതങ്ങൾ കൂത്താടും ഉലകത്തിൽ നിന്ന് പരിപൂർണ തേജസ്സു വിളയാടി കാണുവാൻ ഒരു ജാതി ഒരു മതം ഒരു ദൈവമേവം പരിശുദ്ധ വേദാന്തം സഫലം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ കർത്തവ്യം ഇവിടെ സ്വാഗതം പറയുക എന്നുള്ളതാണ്. ആദ്യമേ തന്നെ പ്രിയ അധ്യക്ഷൻ, എൻ്റെ സഹപാഠിയും എൻ്റെ ചങ്കുമായ ഗ്രൂപ്പിൻ്റെ കോർഡിനേറ്ററുമായ മിസ്റ്റർ സുനിൽ ഏറത്തിനെ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ ചങ്കുകളായ പ്രിയപ്പെട്ട ബഹ്റിൻ പ്രവാസി സുഹൃത്തുക്കളുടെ പ്രതിനിധിയാക്കിയ സുരേഷ് കുമാറിനെ സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ ഏറ്റവും പ്രിയ ചങ്കായ മുകുന്ദൻ, UAE പ്രവാസി സുഹൃത്തുക്കളുടെ പ്രതിനിധിയായെത്തിയ മുകുന്ദനെ സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ മാനേജരും സന്നിധനായിട്ടില്ല, അദ്ദേഹം അടുത്തന്നെ എത്തുന്ന പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തിന് സാന്നിധ്യത്തിലും സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ പ്രിയ മാതൃവിദ്യാലയത്തിൻ്റെ ഇപ്പോഴത്തെ ഹെഡ് മാസ്റ്ററും അധ്യാപകനുമായ നമ്മുടെ പ്രിയപ്പെട്ട കുട്ടമാഷ് എത്തിയിട്ടില്ല. മാഷയും മാഷ സാന്നിധ്യത്തിലും അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ചങ്കുകളായ, ഞാൻ മറന്നുപോയതാണെന്ന് നമ്മുടെ അധ്യക്ഷൻ്റെ എഴുതി എന്നതിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. വേദിയിലിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ചാരിറ്റി ഫിനാൻസ് കൈകാര്യം ചെയ്യുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ ഫിറോസ്, സുനിൽകുമാർ, അവരെ സ്വാഗതം ചെയ്യുന്നു. പിന്നെ എൻ്റെ എല്ലാമായ, ഞാൻ മറന്നുപോയതാണ്, ക്ഷമിക്കണം, എൻ്റെ പ്രിയപ്പെട്ട ഈ 87 ഗ്രൂപ്പിലെ എല്ലാമായ സഹപാഠികളും സുഹൃത്തുക്കളും കൂട്ടുകാരികളുമായ എല്ലാവരെയും പ്രത്യേകിച്ച് സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ അധ്യക്ഷ പ്രസംഗമൊന്നും ഇല്ല ഇവിടെ. നമ്മളടുത്തേക്ക് നമ്മൾ ഉദ്ഘാടന ചടങ്ങിലേക്ക് അടയ്ക്കുകയാണ്. എന്തായാലും വളരെ സന്തോഷം. ആളുകൾ കുറച്ച് കുറവുണ്ട് എന്ന് വരും എന്നാണ് എൻ്റെ പ്രതീക്ഷ. വല്ലാത്ത പ്രശ്നമാണ്. ഇതിന് ഏറ്റവും കൂടുതൽ നമ്മോട് ചേർന്ന് നിൽക്കുന്ന പ്രവാസികളായിട്ടുള്ള കുറച്ച് പേരുണ്ട്. ശശി, പ്രവീൺ, അതേമാതിരി ഷറഫ്, റാഫി, ഷാഹുൽ, അവർക്കൊന്നും ഇതിൽ ചേരാൻ പറ്റാത്തതിൻ്റെ ഒരു വല്ലാത്ത വിഷമം നമുക്കിപ്പോഴുണ്ട്. എല്ലാവർക്കും അല്ല, ഭൂരിപക്ഷം ആളുകളൊക്കെ അതൊരു വേദന തന്നെയാണ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം അവരെത്രയോ ദൂരത്ത് നിന്ന് വരെ സമയം നോക്കി വരുന്നു. അപ്പോൾ അതുപോലും മനസ്സിലാക്കാണ്ട് നമ്മൾ ഒരുപാട് ആളുകളെ വിളിച്ചു. പക്ഷെ ആരും വരുന്നില്ല. വരും. എനിക്കറിയാം നിങ്ങളെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇന്നായിരുന്നു അങ്ങനെ ഒരു ശീലം വന്നിരിക്കുന്നത്. അതേമാതിരി ഓരോ ആളുകളുണ്ടാവും. സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമൊന്നുമുണ്ട് ഇവിടുന്ന് കിട്ടുന്നത്. ഞാനിന്ന് ഇത് കുറച്ച് ദിവസമായി ഇതിൻ്റെ പ്രാർത്ഥനയായിട്ട് തുടങ്ങിയിട്ട് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ എന്ത് റിസ്ക് എടുത്ത് ചെയ്യുമ്പോഴും ആകെയുള്ളൊരു പ്രതീക്ഷ നിങ്ങളെല്ലാവരും വരും, നമ്മൾ ഒത്തുചേരും, കാണാം. ഇന്നലെ വീട്ടിൽ ഫിറോസ്, സന്തോഷ്, അങ്ങനെ കുറേ ആളുകളുണ്ടായിരുന്നു. പ്രേമതയും നമ്മുടെ ഒരു നന്മ മാത്രമായിട്ട് എനിക്ക് കാണാൻ പറ്റുള്ളൂ. വളരെ പോസിറ്റീവ് എനർജിയുള്ള ആളുകളെല്ലാവരും മുന്നിലിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിനി ഒരുപാട് കാര്യങ്ങൾ ഇന്ന് നമുക്ക് ചെയ്യാണ്ട്, ഇന്ന് നമുക്ക് വേറെ മറ്റ് പരിപാടികളൊന്നുമില്ല. നമ്മൾ ഫുൾ എൻ്റർടൈൻമെൻ്റാണ്. നമ്മൾ കുറേ ടാസ്കുകളൊക്കെ ഇവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതെല്ലാവരും ചേർന്നാലും അടിക്കുന്നത് വളരെ സന്തോഷം. ദിവസം ഒന്ന് സുരേഷ് കുമാറിൻ്റെ 20ാമത്തെ വെഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ അതിന് നമ്മുടെ ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് നമ്മൾ ലഞ്ചിന് കുറച്ച് മുൻപായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് വരാൻ വേണ്ട ഒരു കേക്ക് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അത് മുറിച്ചിട്ട് ആ ഒരു ഫംഗ്ഷൻ നമ്മളൊന്ന് ഇവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഒരു ഫംഗ്ഷൻ. അടുത്തത് നമുക്കിത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് നമ്മുടെ ഏറ്റവും ഇതിനു വേണ്ടി എഫർട്ട് എടുക്കുന്ന ആളുകളായ പ്രവാസി സുഹൃത്തുക്കൾ, പിന്നെ നിങ്ങളിൽ നിന്ന് ആരെങ്കിലും 2 പേര് ചേർന്നുകൊണ്ട് ഈ പദ്ധതി നമുക്ക് ഈ പരിപാടി ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യാൻ മൂന്നരിക്ക് സുരേഷ് ക്ഷണിക്കുകയാണ്.
നമുക്ക് തരും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതിന് മുന്നേ നമ്മളൊരു ഗുഡ് മോർണിംഗ് ഫോട്ടോ മത്സരം നമ്മൾ അനൗൺസ് ചെയ്തിരുന്നു ഗ്രൂപ്പിൽ. അപ്പോൾ അതിൻ്റെ വിജയികൾക്കുള്ള ഒരു പുരസ്കാരം കൊടുക്കലാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അനൗൺസ് ചെയ്തപ്പോൾ വളരെ ഗൗരവത്തോടെ എല്ലാവരും അത് ഹാൻഡിൽ ചെയ്തു. ഏറ്റവും മനോഹരമായി. ഞാൻ ഇപ്പോൾ ദിവസം മൊബൈലിൽ എടുത്തുമ്പോൾ 2-4 ആൾക്കാരെ ഫോട്ടോ കാണാറുണ്ട്. ഞാൻ ആദ്യം അതാണ് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുക. അപ്പം നല്ല മനോഹരമായ ഫോട്ടോ കാണാൻ പറ്റും. വേറൊരു മാസത്തെ വിന്നറായുള്ള ഇന്ത്യയാണ്. പിന്നെ നമ്മളത് ചില ഫോട്ടോസ് ഇങ്ങനെ പലരും റിപ്പീറ്റ് ചെയ്ത് വരുന്നത് തോന്നിയപ്പോൾ ആ മത്സരം തൽക്കാലം ഫ്രീസ് ചെയ്തു. പക്ഷെ എന്നിട്ടും അന്ന് തൊട്ട് ഇന്ന് വരെ ഇത് മുടങ്ങാതെ ഗുഡ് മോർണിംഗിൽ ഫോട്ടോ അയക്കുന്ന ഒരു 3 പേരുണ്ടായിരുന്നു. അതിലൊന്ന് ആശ, ഒന്ന് ഷീബ KG, ഒന്ന് നമ്മുടെ ഷീജ. അങ്ങനെ 3 പേർക്ക് ഒരു പ്രോത്സാഹന സമ്മാനം, 2 പേർക്ക് ഒരു 1ാം സമ്മാനമുണ്ട്. ആ സമ്മാനം കൊടുക്കുന്നതിനായിട്ട് ഞാൻ മുകുന്ദനെ ക്ഷണിക്കുകയാണ്. ഓരോ ദിവസവും ഫോട്ടോകൾ എടുക്കുന്നുണ്ടാവും. കാരണം ഇതില്ലേ ഓരോ ഫോട്ടോസ് എടുക്കുമ്പോഴും അവർ ഫ്രെയിമിനെ പറ്റിയൊക്കെ ഇപ്പോൾ ഭയങ്കര ബോധവാന്മാരായി തുടങ്ങി. എല്ലാവരും ഇത് ഫോളോ ചെയ്യണമെന്ന് പറയാം. ബാക്കിയുള്ള എല്ലാവരും ഉണ്ടാവും. ഇന്നലെ മനോഹരമായുള്ള പിന്നെ കുറച്ച് കാലമായിട്ട് ബ്രേക്കാണ്. അതായത് വിജയിച്ച പടങ്ങളൊക്കെ നല്ല മനോഹരമായിരുന്നു. നല്ല ഫോട്ടോസ് ഒരു നന്നായി ഉഷാറായിട്ട് കയ്യിൽ. അത് ഷീവ, അത് ഷീജ പ്രോഗ്രസ് ആവാണ്ട് കേട്ടോ പടങ്ങൾ. അപ്പോൾ നമ്മൾ ആ ബുക്ക് കൈമാറുന്ന ചടങ്ങ് നമ്മുടെ സ്കൂളിലെ മാനേജർ വന്നിട്ട് ചോദിച്ചാൽ അദ്ദേഹത്തിന് കൊടുക്കുക. നമ്മൾ ആദ്യത്തെ ഘട്ടം ഷെയർ ചെയ്യാൻ നമ്മുടെ സരള ടീച്ചർ, ശ്രീകുമാർ, ഏറ്റവും നന്നായി സുഹൃത്തിനെ സേവനം ക്ഷണിക്കും, ബീന തോമസ്, പ്രസാദ്. ആ കൊടുത്തോളൂ. നമ്മുടെ ആദ്യത്തെ ഗെറ്റുഗതറോടെ നടത്തുന്ന ശ്രീയാനും പ്രേമരാജേട്ടനും എല്ലാവരും കൂടി പറഞ്ഞത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വളരെ വലിയായിട്ടുള്ളൊരു ഗെറ്റുഗതർ ആയിരുന്നുണ്ടായിരുന്നത്. ഞാനിപ്പോൾ കുറേ നാളുകളായിട്ട് കുറേ ഗെറ്റുഗതർ കാണാറുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഇതിലും കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. കുറച്ചും പാർട്ടിസിപ്പേഷൻസ് ഉണ്ടായിരുന്നു. നമ്മുടെ ഷാജിലൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഇത്രയധികം ആൾ വന്നതിൽ മനോഹരമാവട്ടെ. 84 ബാച്ച് തന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും നന്ദി. ഞാൻ കുറച്ച് തിരക്കുണ്ട്. ഇവിടെ എത്താൻ വളരെ ലേറ്റാവും ചെയ്തു. ഞാൻ രാവിലെ കുറച്ച് പ്രശ്നങ്ങളായിട്ട് തുടങ്ങിയിട്ട് അത് കഴിഞ്ഞ് നേരം വന്നു. അപ്പോൾ പ്രാന്തമാറ്റം വിളിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് എൻ്റെ മൈൻഡിൽ നിന്ന് പോയി ഓർമ്മ വന്നത്. ഞാൻ നടക്കട്ടെ. ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. നന്ദി, നമസ്കാരം. ഇതാ എൻ്റെ കലാലയ ഓർമ്മകളാണ് പ്രേമരാജൻ്റെ ടോപ്പിക്സ്. വാ. എല്ലാ പ്രിയപ്പെട്ട സഹപാഠികളെ, സുഹൃത്തുക്കളെ, എൻ്റെ കലാലയ ഓർമ്മകൾ എന്ന് വെച്ചാൽ ഞാൻ 1ാം ക്ലാസ് പഠനം ആരംഭിച്ചത് എൻ്റെ അമ്മ വീടായ മുല്ലശ്ശേരി വെച്ചാണ്. 2ാം ക്ലാസ് മുതലാണ് ഞാനിവിടെ ആരംഭിച്ചത്. SNLP സ്കൂളിൽ പഠിപ്പിച്ച ടീച്ചർ പേരെനിക്ക് ഓർമ്മ വരുന്നില്ല. അല്ല, ലളിത ടീച്ചറല്ല. ലളിത ടീച്ചർ 1ാം ക്ലാസ്സിലാണ്. കത്രീന ടീച്ചറാണെന്ന് എനിക്ക് ഓർമ്മ. അങ്ങനെ ടീച്ചറില്ലേ കത്രീന? അപ്പോൾ എന്താ പറയുക, ഞാൻ എൻ്റെ വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് വന്നിരുന്നത് എൻ്റെ അടുത്ത ടീച്ചറായിരുന്ന ലളിത ടീച്ചറൊപ്പമാണ് ഞാൻ ഇവിടെ വന്നിരുന്നത്. അന്ന് ക്ലാസ്സിൽ വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, പിന്നെ മടിയായിരുന്നു. അപ്പോൾ എൻ്റെ അച്ഛനൊക്കെ അടിച്ചിട്ടാണ് എന്നെ ഇവിടെ കൊണ്ടുനിർത്തിയിരുന്നത്. എന്നെ വലിച്ചിട്ട് കൊടുന്നുള്ള ഓർമ്മ എനിക്കുണ്ട്. 1ാം ക്ലാസ്സിൽ അത് തന്നെയായിരുന്നു. മാമ്മമാരെന്നെ വലിച്ചിട്ടാണ് സ്കൂളിൽ കൊണ്ടുപോയിരുന്നത്. ഭയങ്കര മടിയായിരുന്നു. ഗൃഹാതുരത്താണ് എനിക്ക്. വീട്ടിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു പ്രത്യേക പ്രണയം. ഓക്കെ, അത് സത്യമാണ്. അത് സക്സസ് ആയിട്ടില്ല. പ്രണയമില്ലാത്ത എന്തിനോടും പ്രണയം തോന്നുന്നവരും അല്ലെങ്കിൽ പ്രണയമില്ലാത്തവരും കുറവായിരിക്കും അല്ലേ? പ്രണയമില്ലാത്ത മനുഷ്യന്മാരെ നമ്മളെ ആ മനസ്സ് നമ്മൾ നോക്കിയറിയാം, അല്ലെങ്കിൽ ആ പ്രകൃതം നമുക്കറിയാം.
അവരെ ആ കഠിന ഹൃദയമുള്ള ഒരു അപൂർവം ഉണ്ടാവുള്ളൂ, പ്രണയമില്ലാത്തവർ കുറവായിരിക്കും. പിന്നെ ഒരുപാട് ഓടി കളിച്ചിട്ടുണ്ട്, എനിക്ക് പ്രിയ സുഹൃത്തായ ഒരു എന്താ പറയാ, നമ്മളെ ബിനീഷ്, അങ്ങനെയൊക്കെ ഒരുപാട് ഓർമ്മയുണ്ട്. ഉപ്പും പക്ഷി കളിക്കാന്ന് പറയും, ആ ഗ്രൗണ്ടിലാണ് ഉപ്പും പക്ഷി കളിച്ചിരുന്നത്, അതൊക്കെ ഓർമ്മയുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ 2 പ്രാവശ്യം പഠിച്ചിട്ടുണ്ട്. 2 ലളിത ടീച്ചർ ക്ലാസ്സിലാണ്, 4 വയസ്സിൽ. പിന്നെ എല്ലാ ടീച്ചർമാരെയും എനിക്ക് ഓർമ്മയുണ്ട്. വെളിച്ചെണ്ണ നല്ലോണം അടിയും കിട്ടിയിട്ടുണ്ട്. കറുപ്പുടൻ അത് പറഞ്ഞ വേഗറിയാലോ. പിന്നെന്താ, പിന്നെ എനിക്കത് പറയാൻ കിട്ടില്ല, അതോ പറയാ. അത് മാഷ അടിക്കുക, ചെറിയ പാവാട ഇട്ട് വരാം. ഈ പാവാട പൊക്കിയിട്ടുണ്ടാവുള്ള അടിക്കുക. ആ അടയാള പട്ടികകള്. അപ്പൊ ആളുടെ എപ്പോഴും ഓർമ്മയിലുണ്ട്. പിന്നെ നമുക്ക് ഓർമ്മയില്ല നമ്മുടെ തോമസ് മാഷ്, പിന്നെ നമ്മള് മണവാളൻ മാഷ് എന്ന് വിളിക്കുന്ന ഒരു ജോസ് മാഷ്, അവരൊക്കെ ഓർമ്മയിലുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും വിഷമമുണ്ടായിരുന്നു, ഇവിടെ ഞാൻ 6ലാണ് ചേർന്നതേ. അപ്പം ഞാൻ പുറത്തുനിന്ന് കോതമംഗലത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ ഭാഷയ്ക്കൊരു പ്രത്യേകതയുണ്ട്. അപ്പം എന്താ വെച്ചാൽ എനിക്ക് അധികം ഇങ്ങനെ ഇഷ്ടമില്ല ആരായിട്ടും കൂടണത്. അപ്പം ഞാൻ അങ്ങനെ എപ്പോഴും ഇങ്ങനെ ഒഴിഞ്ഞു മാറി നിൽക്കും. അപ്പം നമ്മുടെ സരോജിനി ടീച്ചർ ഉണ്ടല്ലോ ഡ്രില്ലിൻ്റെ, ആളെന്താ ചെയ്യാന്ന് വെച്ചാൽ എന്നും വന്നാൽ ഡ്രില്ല് കളിപ്പിക്കും. എനിക്കാണെങ്കിൽ ഇത്ര ദേഷ്യമുള്ളൊരു പരിപാടിയില്ല. ഞാൻ ഒന്നല്ലെങ്കിൽ താമസിച്ച് വരും, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പണി എന്താ വെച്ചാൽ എന്തെങ്കിലും അസുഖം പറഞ്ഞിരിക്കും, എനിക്ക് വയ്യാന്ന്, അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ പറഞ്ഞിരിക്കും. ഞാൻ ആ ഡ്രില്ല് കഴിയുന്നവരെ ഞാൻ ബുദ്ധിയാൾക്ക് ആളെന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മളെ മറികടന്നിട്ട് ആള് ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടാവും. വേഗം നടന്നോ ഡ്രില്ലിനെന്ന് പറയും. ഭയങ്കര മടിയായിരുന്നു. പിന്നെ എല്ലാവരെയും ഇഷ്ടമാണ്, മാഷുമാരൊക്കെ പൊതുവെ എല്ലാവരും ഇഷ്ടം തന്നെയാണ്. പ്രിയപ്പെട്ട ഗുരുനാഥൻ, കൊച്ചിലേക്ക് ആരും ഓർമ്മയൊന്നുമില്ല. നമ്മൾ ഈ മാഷെ പറ്റി നമ്മൾ കുറേ ഇല്ലത്തരൊക്കെ ചെയ്തിട്ടൊക്കെ ഉണ്ട്. അതിന് പിന്നെ കേറിച്ചിട്ടുണ്ട്. അത് നമ്മുടെ അന്നത്തെ ഒരു വീറും വാശിയായിരുന്നു, അതുകൊണ്ട് സംഭവിച്ചു പോയതാണ്. ഓക്കെ. പിന്നെ എനിക്ക് ഈ സ്കൂളിലെ ഏറ്റവും ഇഷ്ടം സോമാഷ, വേറെ മാഷ എനിക്കിഷ്ടമല്ല. ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. എന്താ ആള് കുറവാണോ? വരൂല്ലേ? അത് സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നതാണ്. ആദ്യമൊക്കെ ഇങ്ങനെ ആൾക്കാരുണ്ടാവും, പിന്നെ കുറച്ച് കുറഞ്ഞു വരും. അതെല്ലാ ഗ്രൂപ്പിലും പതിവാണ്. സുനി പേടിക്കണ്ട, സുനിയുടെ സംഘാടനത്തില് അങ്ങനെ ആള് കുറയേണ്ടതായ വസ്തുത ഒന്നുമില്ല അല്ലേ? നല്ല രീതിയിൽ ഗ്രൂപ്പ് മുന്നോട്ട് കൊണ്ടുപോകില്ലേ സുനി? ഞാൻ കണ്ട കുറേ ഗ്രൂപ്പുകളിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായിട്ടാണ് സുനി നിങ്ങളുടെ ഗ്രൂപ്പിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് മനസ്സിലായി. സുനിക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ. സുനിക്ക് എപ്പോഴും വേറിട്ട കുറേ തലങ്ങളുണ്ട് അല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടാവൂലേ? സ്കൂൾ ജീവിതം കഴിഞ്ഞ് പിന്നെ ഞാൻ പലപ്പോഴും സുനിലിനെ പല ഘട്ടങ്ങളിൽ കാണുമ്പോഴും സുനിലിൽ നിന്ന് ഒരുപാട് വേറിട്ട് ഇങ്ങനെ കാണാറുണ്ട്. പക്ഷെ സുനില് അന്നൊന്നും ഞാൻ ഇത്രയും വലിയൊരു തലത്തിൽ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. എന്തിനായാലും അത് നിങ്ങളുടെ ഗ്രൂപ്പിന് വരെ നല്ലൊരു മുതൽക്കൂട്ടാവാൻ സാധിച്ചു. എന്തിനായാലും സുനിലിന്റെ നേതൃത്വത്തിൽ എനിക്ക് അഭിമാനിക്കാം അല്ലേ? തീർച്ചയല്ലേ? ഓക്കെ. പിന്നെ നിങ്ങൾ ഈ പരിപാടിയോടെ ശ്രദ്ധിച്ചു. അതെ സോറി, ഞാൻ വരെ നിങ്ങളുടെ പരിപാടി ഓർമ്മയുണ്ടായിരുന്നു. ഇന്നലെ തുടങ്ങിയാൽ മറന്നു. വീട്ടിൽ കുറച്ച് പണികളുള്ള കാരണം അതിലായിരുന്നു ഇന്നലെ. ഇന്നും സത്യത്തെ അതെന്തിനായാലും ആർക്കും എപ്പോഴും ഉപകാരപ്പെടുന്ന സാധനമാണെന്ന് എല്ലാവർക്കും അറിയാം. നമ്മൾ തന്നെ സ്കൂളിൽ തന്നെ ഒരു പുതിയൊരു പ്രോജക്റ്റ് ഈ വർഷം ആരംഭിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം നല്ല രീതിയിൽ നമ്മുടെ ലൈബ്രറി നവീകരിച്ച് ഉദ്ഘാടനം നടത്തി അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. എല്ലാ ദിവസവും കുട്ടികൾക്ക്, എല്ലാ ക്ലാസ്സിലെ കുട്ടികളെയും
ലൈബ്രറിയിൽ കൊണ്ടുവന്നിട്ട് ലൈബ്രറി വായിക്കുമ്പോൾ അല്ലെങ്കിൽ പിന്നീട് മാറി മാറി കിട്ടിയിട്ട് വായിക്കുമ്പോഴൊക്കെ അപ്പോൾ അതങ്ങ് നിർത്തി ബർത്ത്ഡേക്ക് വേണമെങ്കിൽ സ്കൂളിലേക്ക് ലൈബ്രറിയിലേക്ക് പച്ചക്കറി തരാം ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട്. ഈ 2 ഓപ്ഷൻ വെച്ച് ഇപ്പോൾ നമ്മുടെ ലൈബ്രറിയിൽ 4000-ൽ കൂടുതൽ പുസ്തകങ്ങളായി. കഴിഞ്ഞ 2 വർഷം മുന്നേ 3000, ഈ വർഷം ഇപ്പോൾ ഈ കുട്ടികൾ കൊണ്ടുവന്ന പുസ്തകം തന്നെ ഈ കഴിഞ്ഞ ടൈമിലും ഈ ടൈമിലും കൂടി 500-ൽ പരം പുസ്തകങ്ങളായി. ഞാൻ പറഞ്ഞത് ഇപ്പോൾ നല്ല രീതിയിൽ അത് ഉപയോഗിക്കുന്നു. അപ്പോൾ നിങ്ങൾ തന്ന ഈ പുസ്തകങ്ങളും വളരെ നല്ല രീതിയിൽ കുട്ടികൾക്ക് പ്രയോജനപ്രദമാതെ ഉപയോഗിക്കും എന്നുള്ള ഉറപ്പ് നിങ്ങൾക്ക് തരുന്നു. നിങ്ങളുടെ ഈ സംഗമത്തിൽ ഏറ്റവും നല്ല പങ്കാളിത്തം ഉണ്ടായി. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നല്ല ആക്ടിവിറ്റികൾ ചെയ്ത് നിങ്ങളുടെ ബന്ധം സൗഹൃദം കൂടുതൽ ഊട്ടിയുറപ്പിക്കാൻ സഹായമാവട്ടെ. എല്ലാവിധ ആശംസകളും. നന്ദി, നമസ്കാരം. മണിയേട്ടൻ നമസ്കാരം. അതെ, നമ്മൾ ഇപ്പോൾ മാഷ് ഇവിടുന്ന് പോണേക്ക് മുന്നേ നമ്മളൊരു കാര്യം അനൗൺസ് ചെയ്യണം. അത് വിത്ത് യുവർ പെർമിഷൻ, നിങ്ങളുടെ പെർമിഷന് വേണ്ടിയാണ് ഞാൻ പോയി മുന്നോട്ട് വയ്ക്കുന്നേട്ടാ. നമ്മൾ അടുത്ത ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ SMEPU സ്കൂളിലും AMHS സ്കൂളിലും ഒരു ബെസ്റ്റ് സ്റ്റുഡൻറ്റ് അവാർഡ് കൊടുക്കണമെന്നൊരു അഭിപ്രായം ഇങ്ങനെ ഒരു ചർച്ചയിൽ വന്നു. അപ്പോൾ ഭൂരിപക്ഷം ആളുകൾ അബ്രോഡായിട്ടുള്ള ആളുകളൊക്കെ പറയുന്നത് നല്ല ആശയമാണ്. കുറേ ആളുകളായിട്ട് നമ്മൾ സംസാരിച്ചപ്പോൾ ഒരു മൊമെൻറ്റോ 2000 രൂപ ക്യാഷ് അവാർഡും സ്കൂളിൽ നമുക്ക് കാണിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിനെ കൊടുക്കാം എന്നുള്ളൊരു അഭിപ്രായം വന്നു. അപ്പം അത് കൊടുക്കല്ലേ നമുക്ക് ഉറപ്പായിട്ടും. പിന്നെ അത് മാത്രമല്ലടാ, കയ്യടി മാത്രം പോരാ, അത് പിന്നെ ക്രോസ് പറയും കാര്യങ്ങൾ. അപ്പം മാഷേ, ഞങ്ങളൊരു സ്നേഹപൂർവ്വം ഒരു കാര്യം മാഷയുടെ മുന്നിൽ അറിയിക്കുകയാണ് കേട്ടോ. അത് സ്വീകരിക്കില്ലേ? അപ്പോൾ ഓക്കെ, താങ്ക് യു എവരിബഡി. അപ്പോൾ നമ്മൾ ആ രീതി തന്നെ മുന്നോട്ട് പോകണ്ടേ. ഞങ്ങൾ എന്താ കാര്യം തീരുമാനിച്ചിട്ടും ഞങ്ങളിങ്ങനെ പറയുള്ളൂടാ. നിങ്ങളുടെ പൂർണ്ണമായൊരു സപ്പോർട്ടിലാണ് ഞങ്ങളൊരു അടി മുന്നോട്ട് വയ്ക്കില്ല. ഓരോ ആളുകളുടെയും ആർക്ക് എന്തുണ്ടെങ്കിലും അതിന് നിർദ്ദേശം പറയാം. ഇപ്പം ഞാൻ ചില ആശയങ്ങളൊക്കെ പറയുമ്പോൾ ചിലർ പറയും, തിരുത്താറുണ്ട്, അത് അങ്ങനെ ഇങ്ങനെ ആക്കിക്കൂടെ എന്ന് ചോദിക്കും. അപ്പോൾ ഒരു പക്ഷെ അതായിരിക്കും ശരി, നമ്മൾ പെർഫെക്റ്റ് എന്ന് ഒരിക്കലും പറയില്ല. അപ്പോൾ കൂട്ടായ തീരുമാനങ്ങളിൽ കൂടിയാണ് ഞങ്ങൾ ഒരു കാര്യം ഞങ്ങൾ ഡിസ്കസ് ചെയ്യാറില്ല. പറയാം. അമ്മ നമ്മുടെ ദൈവത്തെ പോലെ തന്നെയാണ് അമ്മ. മാതാപിതാ ഗുരു ദൈവം എന്നൊക്കെയല്ലേ പറയും. അതുപോലെ തന്നെ ഞങ്ങളുടെ വീട്ടിൽ 6 പെൺകുട്ടികളും ഒരു മോനായിരുന്നു. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. നമുക്കിപ്പോൾ ഒരു മോൾ തന്നെയാവുമ്പോൾ അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ട് ഓരോ സന്ദർഭങ്ങളിലും തോന്നാറുണ്ട്. ഇതിനും കൂടുതലൊന്നും അമ്മയെ പറ്റി പറയാനില്ല. ആശയിരുന്നോളും. അല്ല, അവരെ ആ വിഷമം സന്തോഷത്തിൽ കൂടി ഉണ്ടാവുന്ന ഒരു സംഭവമാണ്. പാടണ്ടല്ല, പറഞ്ഞാ മതി. അതിനെ പറ്റി 2 വാക്ക് പറഞ്ഞോ. അല്ല, അത് പാടും, അത് പാടും. അപ്പൊ മനോജ് അത് അതിന്റെ സാഹിത്യം നല്ല രസമായിട്ടുള്ള പാട്ടാണ്. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പാട്ടാണ്. ഒത്തിരി വേദനകളും സന്തോഷവും ഒക്കെ. കുറേയധികം പാട്ടുകളുണ്ട്. പക്ഷേ സുഗമോദയിലെ ശ്രീലതിക
അപ്പോൾ വീണ്ടും ഞാൻ അത് തന്നെയാണ് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട വലിയ കുറേ ജനങ്ങളുള്ള ശരിക്കും നമുക്ക് ഓർമ്മയിൽ നിൽക്കുന്ന ഒരു ഇതാണ് കലാലയത്തിന് ഓർമ്മ. സഹോദരങ്ങളെ, സഹോദരിമാരെ, അദ്ദേഹത്തെ പറ്റി ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ഫിറോസെ അത് ചെയ്യല്ലേ എനിക്ക് അതിൽ രണ്ടഭിപ്രായമില്ല. കാരണം ആലോചിച്ച വിഷയം വളരെ നന്നാവും. അതുപോലെ തന്നെ സുനിലും CS-ഉം അവനും വിളിച്ച് ഞങ്ങൾ ഡിസ്കസ് ചെയ്യും. പ്രേമരാജൻ ഞങ്ങളെ ഒരു ഗ്രൂപ്പ്, ചെറിയൊരു ഗ്രൂപ്പ് വെച്ചിട്ടുണ്ട്. ആ ഗ്രൂപ്പ് അനുസരിച്ച് എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്ത് വളരെ ഐക്യത്തോടുകൂടി പോകും. ഷറഫു, റാഫി യൂണിയനാണ് പോകുന്നത്. രണ്ട് യൂണിയനും നമ്മളെ ഒരുവിധം പ്രവാസികളൊക്കെ എത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു യൂണിയനും പങ്കെടുക്കാത്ത ശശി ഇതുവരെ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ശശിക്ക് കാരണം അടുത്ത യൂണിയൻ തീരുമാനിക്കുമ്പോൾ മസ്റ്റായിട്ട് ശശിയുടെ ലീവ് നോക്കിയിട്ടാണ് അടുത്ത യൂണിയൻ ചെയ്യുള്ളൂ. കാരണം ഇതിലെന്താണ് അവിടെ നിന്നിട്ട് എല്ലാ ഇതും ഞങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എന്ത് സഹായങ്ങളും എന്ത് ചോദിച്ചാലും നോ ഡേറ്റ് നോക്കിയിട്ടാണ് തീരുമാനിക്കുക അടുത്തത്. പിന്നെ എനിക്ക് പറയാനുള്ളത് അതൊക്കെ ഇപ്പോൾ ഒരുവിധം കലാശമായി പോയി എന്ന് പറഞ്ഞു. ഒരുവിധം ഗ്രൂപ്പുകളൊക്കെ പോയി. കാരണം ഞാൻ അറിഞ്ഞോടത്തോളം എൻ്റെ ഒരു സ്നേഹിതൻ്റെ ഗ്രൂപ്പ് അതിപ്പോൾ ഇല്ല. ഈ ഗ്രൂപ്പിൻ്റെ അടുത്തതായിട്ട് മാറിങ്ങനെ നിലനിൽക്കുന്നതിൻ്റെ ഐക്യമാണ്. അത് നിങ്ങളാണ്, ഞങ്ങളല്ല, നിങ്ങളാണ്. അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു മഹത്വം വലിയൊരു നിസ്സാരമല്ലത്. സുഹൃത്തബന്ധം നിസ്സാരമില്ല. അത് മനസ്സിലാക്കാവുന്നവർക്ക് അറിയുള്ളൂ. ഈ രക്തബന്ധത്തിനേക്കാൾ വലുതാണ് സുഹൃത്തബന്ധം. ഇന്ന് രക്തബന്ധം ഒന്നുമല്ല, ഈ കാലഘട്ടത്തിൽ രക്തബന്ധം ഒന്നുമല്ല. അവർക്കും നേരല്ല ഒന്നിനും ഒഴിവരാനും ഒന്നിനും. ഒരു സഹോദര സഹോദരി ബന്ധം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ കൂടുതൽ പറയുന്നില്ല, അപ്പോൾ ഒരുവിധം പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇനി റീയൂണിയൻ്റെ കണക്കാണ്. എന്നെ ഏൽപ്പിച്ചിട്ടിപ്പോൾ 3 വർഷത്തോളമായി. ഫസ്റ്റ് റീയൂണിയനിൽ MSSൽ നിന്നാണ് ഇതിനെ ട്രഷർ സ്ഥാനത്ത് ആക്കിയത്. അപ്പോൾ ഞാൻ പലവട്ടം കഴിയുമ്പോൾ പറയും, മാറ്റാൻ പറയും, ഇതിൻ്റെ അഡ്മിൻ ആൾക്കാരോടൊക്കെ പറയും. അപ്പോൾ അവർ പറയും നിർത്താൻ നിൽക്കുമെന്ന് പറയും. എന്തായാലും ഇപ്രാവശ്യം പറയുന്നുണ്ട് അവർക്ക് എന്നെ മാറ്റാം, ആർക്ക് വേണ്ടി ഏറ്റെടുക്കാം. ഇത് എനിക്ക് ആയിട്ടുള്ളൊരു ഇതൊന്നല്ല. പക്ഷെ എന്തെങ്കിലും എൻ്റെ ഭാഗത്ത് തെറ്റുകൾ വരുന്നുണ്ടെങ്കിൽ പൈസപരമായിട്ട് തീർച്ചയായിട്ടും പൈസയാണിത്. നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ട് വരുന്ന പൈസകളാണ്. ആ പൈസ വരുമ്പോൾ ഞാനൊന്ന് മറന്നുപോയാൽ നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കണം. അതിൽ യാതൊരു പ്രശ്നം എനിക്കില്ല. ഒരേ മാസം വരുന്നത് എത്ര, ചെലവുകൾ എത്ര എല്ലാം പറയാറുള്ളത്. പിന്നെ റീയൂണിയൻ്റെ മുൻ ബാലൻസ് ഇരിക്കുന്നത്. പിന്നെ വന്നത് റീയൂണിയന് വന്നിവിടെ കഴിഞ്ഞ കൊല്ലം റീയൂണിയൻ നട്ടിൽ വരവ് 88,300 രൂപ, ചാരിറ്റി 96,573 രൂപ, ടോട്ടൽ 2,28,256 രൂപയാണ് വരവ് വന്നിട്ടുള്ളത്. സെപ്പറേറ്റ് അക്കൗണ്ടാണ് എല്ലാം ചെയ്യുന്നത്. ആരും വിഷമിക്കണ്ട. ചാരിറ്റി അക്കൗണ്ടിൽ തന്നെ പോകുള്ളൂ. റീയൂണിയൻ്റെ വീട്ടിൽ SMFയുടെ കണക്ക് SMFയുടെ കണക്ക്, അതുപോലെ ഓരോ കണക്കുകളും സെപ്പറേറ്റ് നമ്മുടെ അക്കൗണ്ടിൽ ചെയ്യണം. അപ്പോൾ സെപ്പറേറ്റ് അക്കൗണ്ടിൽ എഴുതിയിട്ടുണ്ടാവും. അപ്പം അത് നിങ്ങളോട് പറയുന്നു. 2,28,256 രൂപയാണ് വരവ്. 510 രൂപ, 40,000 രൂപ ചികിത്സ സഹായം കൊടുത്തത്. 1,28,656 രൂപ മൈനസ് 1,06,676 കാരണം 70,000 രൂപ ഡെപ്പോസിറ്റ് ബാങ്കിൽ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ 5-6 മാസമായിട്ടുണ്ട്. അത് അങ്ങനെ 70,000 രൂപ മൈനസ് 30,671 രൂപ ഇപ്പോൾ ഡിസംബർ 31. അപ്പോൾ എല്ലാവർക്കും ഇത് കേട്ടതും ഇതൊക്കെ കേട്ടാൽ എല്ലാവർക്കും നന്ദി, ഒരുപാട് നന്ദി. ഈ സ്നേഹം എന്നും നിലനിൽക്കണം. ഈ സ്നേഹം AMHS 87 ഈ സ്നേഹം എപ്പോഴും ഒരുപോലെ ഒരമ്മ പെറ്റ മക്കളെ പോലെ നമ്മൾ
സഹോദര ബന്ധത്തിൽ നിൽക്കണമെന്ന് സ്നേഹം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, താങ്ക് യു വെരി മച്ച്. നമ്മുടെ ഇടയിൽ തന്നെ നമ്മുടെ ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾക്ക് സജീവമായിട്ട് നിൽക്കുന്ന ബിനു VS, മാനേജർ കേരള സ്റ്റേറ്റ് ഫിനാൻസ്. നമ്മുടെ ഇടയിൽ എന്തെങ്കിലും വിദ്യാഭ്യാസം കൊണ്ടും അതേമാതിരി ബാക്കിയുള്ളവർക്ക് വിദ്യാഭ്യാസം ഞാനല്ല പറഞ്ഞു, എനിക്ക് ഹൈ ക്വാളിഫിക്കേഷനാണ്. എന്നാൽ അവർ നമ്മളെ ഒരു എന്താ പറയുക, ഒരു സ്നേഹ ആദരവ് കൊടുക്കണം. അവർ ഉയർന്ന നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ എന്ത് പറഞ്ഞാലും വളരെ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരാളാണ്. പിന്നെ നമ്മുടെ മുകുന്ദൻ, പ്രവാസി സുഹൃത്ത് മുകുന്ദൻ, നമ്മുടെ നെടുംതൂണാണ്. രാജേഷ് MBAയും പ്രസാദിനെയും കൂടി ക്ഷണിക്കുകയാണ് ഞാൻ അദ്ദേഹത്തിന് പുരസ്കാരം കൊടുക്കാനായിട്ട്. കയ്യടിയെ റസിയ. അപ്പൊ എന്തായാലും വളരെ സന്തോഷം. നമസ്കാരം. എനിക്ക് ഇരിക്കുന്ന ടോപ്പിക്ക് ഇഷ്ടപ്പെട്ട മലയാളം സിനിമ എന്നാണ്. ഇഷ്ടപ്പെട്ട മലയാള സിനിമ എന്ന് പറഞ്ഞാൽ എനിക്ക് പഴയ സിനിമകൾ ആണ് കൂടുതൽ ഇഷ്ടം. പക്ഷെ ഇപ്പോൾ കുറച്ച് കാലം മുമ്പ് ഒരു ക്ലാസ്മേറ്റ്സ് എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സിനിമ ഇറങ്ങിയതിന് ശേഷമാണ് ഈ ഗെറ്റ് ടുഗദറും നമ്മുടെ ഗ്രൂപ്പിലെ ആൾക്കാരെ കണ്ടുപിടിച്ചിട്ട് ചേർക്കലും പരിപാടികളൊക്കെ ആയിട്ട് കൂടുതൽ അങ്ങനെ നമ്മൾ ഗ്രൂപ്പാകലും അങ്ങനെ സജീവാകലും. ഇപ്പോൾ +2 ഒരു ഗ്രൂപ്പ്, അല്ല നമ്മൾ +2 പ്രീ ഡിഗ്രിയുടെ ഒരു ഗ്രൂപ്പ്, 10ാം ക്ലാസ്സുകാരുടെ ഒരു ഗ്രൂപ്പ്, പിന്നെ എന്താ പറയുക ഡിഗ്രിക്കാരുടെ ഒരു ഗ്രൂപ്പ്, പിന്നെ ഞങ്ങളിപ്പോൾ ഞാൻ MA ചെയ്യുന്നുണ്ടായിരുന്നു, MA-ക്കാരുടെ ഒരു ഗ്രൂപ്പ്. അങ്ങനെ ഇഷ്ടംപോലെ ഗ്രൂപ്പാണ്. ഇതൊക്കെ ഈ ക്ലാസ്മേറ്റ്സ് വന്നതിൻ്റെ ഫലമായിട്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പം എൻ്റെ ഹസ്ബൻഡ് കളിയാക്കിയിട്ട് പറയാറുണ്ട്, കൊച്ചംകുത്തി കളിച്ച് നടന്ന ആൾക്കാരുടെ വരെ ഗ്രൂപ്പ് ഉണ്ട്. ഇപ്പോൾ ക്ലാസ്മേറ്റ്സ് നല്ലൊരു സിനിമയായിരുന്നു. അതല്ലാണ്ട് ഇപ്പം ഞാൻ അടുത്ത് കണ്ടിട്ടുള്ളൊരു സിനിമയുണ്ട്, ഉള്ളൊഴുക്കുകൾ എന്ന് പറഞ്ഞൊരു സിനിമ ഇപ്പം അടുത്ത് കാണലുണ്ടായിരുന്നു. ഉർവശി പിന്നെ പാർവതിയും കൂടിയിട്ട് അഭിനയിച്ചിരിക്കുന്ന നല്ലൊരു സിനിമയാണ് ഉള്ളൊഴുക്കുന്നത്. കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും പോയി കാണണം. നല്ല രസമായിട്ട് ഇപ്പോൾ നടക്കണ എന്താ പറയുക ഒരു പെണ്ണുങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടൊരു നടക്കണം. ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അമ്മായിനോടും ദേഷ്യം തോന്നില്ല, മരുമകളോടും ദേഷ്യം തോന്നില്ല, സ്നേഹിക്കുന്ന ആളോടും കാമുകനോടും തോന്നില്ല ദേഷ്യം. ഇങ്ങനത്തെ ഒരു ടോപ്പിക്ക് കിട്ടിയപ്പോൾ ഒരുപാട് സംഭവങ്ങളുണ്ട്. നമ്മൾ മറക്കാനാത്ത ഒരു സംഭവം മാത്രമായിട്ട് ഒരിക്കലും വരില്ലല്ലോ. ഞാനിപ്പോൾ ഇവിടെ മണികണ്ഠൻ യാദൃശ്ചികമായിട്ട് പറഞ്ഞപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം. ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്, പക്ഷെ അതിൽ വളരെ വിഷമം പിടിച്ചൊരു സംഭവമാണ്. അപ്പോൾ അത് നിങ്ങളെയും കൂടി അത് ബാധിക്കുന്നാലും എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല, അത് പറഞ്ഞ സ്ഥിതിക്ക്. അപ്പോൾ ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്കതിപ്പോഴും ഓർമ്മയുണ്ട്, കാരണം അതൊരിക്കലും മറക്കാൻ പറ്റില്ല. സ്കൂളിലേക്ക് ഇങ്ങനെ ആൾ വന്നിട്ട് എന്നെ വിളിപ്പിക്കുകയാണ് വീട്ടിലേക്ക്. അപ്പോൾ വീട്ടിൽ ഭയങ്കര ഒരു ട്രാജഡി നടന്നുകൊണ്ടിരിക്കുക. നമ്മുടെ വീട് പണിയാനായിട്ട് തറ മാന്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്, മണ്ണ് മാന്തിക്കൊണ്ടിരിക്കുന്ന ഇതാണ്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ അവിടെ മണ്ണിടിച്ചിലുണ്ടായി. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആളുകളുണ്ട്. അപ്പോൾ എല്ലാവരും ഈ മണ്ണ് ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം വീണ്ടും മണ്ണ് ഇടിച്ച് അതിൽ ഒരു ജോലിക്കാർ പെട്ടുപോവാണ്. അപ്പോൾ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. എന്നുവെച്ചാൽ ആദ്യം ഇങ്ങനെ നല്ലപോലെ ഇങ്ങനെ മണ്ണൊക്കെ മാറ്റി വെള്ളമൊക്കെ ചോദിച്ച് ഇയാളിന് ഒരു കാലും കൂടെ ബാക്കി ഇങ്ങനെ മണ്ണിൽ നിന്ന് പുറത്തേക്ക് എടുക്കാനുണ്ടായിരുന്നുള്ളൂ. പിന്നെ അപ്പോൾ പെട്ടെന്ന് ഒരുപാട് മണ്ണിടിഞ്ഞ് അദ്ദേഹത്തിൻ്റെ അകത്ത് അകപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ അതിനുശേഷം ഞാൻ അച്ഛൻ്റെ മരണം സംബന്ധിച്ച് വളരെ വിഷമിച്ചിട്ടാണ് ഈ സംഭവത്തിന് തുടർന്ന് പെട്ടുപോയത്. അപ്പോൾ ഇന്ന് പറഞ്ഞപ്പോൾ ഞാനത് പെട്ടെന്ന് ഇങ്ങനെ മനസ്സിലൂടെ കടന്നുപോയി. അപ്പോൾ അതൊരു ദുഃഖകരമായ സംഭവമാണ്. അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഓർത്ത് വയ്ക്കില്ല. അങ്ങനൊരു വിഷമമുണ്ട്. പിന്നെ എനിക്ക് വളരെ സന്തോഷം എന്ന് പറയുന്നത് ജോലി കിട്ടിയൊരു, അതുകൂടി ഞാൻ പറയുകയാണ്, ജോലി കിട്ടിയൊരു സംഭവം. അപ്പോൾ ടെസ്റ്റൊക്കെ എഴുതി നമ്മളിങ്ങനെ എന്നും PSC ഓഫീസിലേക്ക് വിളിച്ച് ചോദിക്കും എന്തായി റാങ്ക് ലിസ്റ്റ്. അത് മണികണ്ഠൻ്റെ അടുത്ത് വെല്ലിച്ചനാണോ പോസ്റ്റ് മാഷ്. അങ്ങനെ അവസാനം ഒരു ഓർഡർ വന്നു. പിന്നെ അവിടുന്ന് അപ്പം തന്നെ കൊടുങ്ങല്ലൂർ വന്ന് ചെറിയൊരു ഗ്രൂപ്പ് ഉണ്ടായത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം അന്ന് ഈ ഫോണുകളൊന്നും ഇത്രയും വ്യാപകമായിട്ടില്ലല്ലോ. ശരിക്കും 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഈ സംഗമത്തിൽ കണ്ട ഒരുപാട് പേര്. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും ഞാൻ അറിയുന്നത് എനിക്ക് തോന്നിയില്ല. ഞാൻ എൻ്റെ ക്ലാസ്സിൽ പഠിച്ച കുട്ടികൾ മാത്രമേ എനിക്ക് കണ്ടപ്പോൾ മനസ്സിലാവുള്ളൂ. എല്ലാവരും മനസ്സിലായി. എനിക്ക് പഠിച്ച കുട്ടികളെ കൂടുതലുണ്ടായിരിക്കും. എന്നെപ്പോലെ കുറച്ച് പേരാവും പുറമെ നിന്ന് വന്നിട്ട് ആ സ്കൂളിൽ പഠിച്ചത്.
അപ്പോൾ ക്ലാസ്സിൽ പഠിച്ച കുട്ടികളെന്നൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അന്നത്തെ മുഖങ്ങളൊക്കെ ഓർമ്മയുണ്ട്. പിന്നെ അന്ന് ക്ലാസ്സിലുള്ള കുറേ ഓർമ്മകളൊക്കെ ഉണ്ട്. സരള പറഞ്ഞ മാതിരി കുറേയധികം കാര്യങ്ങൾ ഓർമ്മയുണ്ട്. ഓർമ്മകളിൽ വരുന്നത് ചിലത് ഞാൻ പറയാം. ടീച്ചർമാരുമായിട്ടും ഒക്കെ ആയിട്ട് നമ്മൾ ഒരുമിച്ച് കുറേ കഴിഞ്ഞതാണ്. ഞാൻ 8-ാം തീയതി കൊണ്ടത് അവര് പരിശുദ്ധമായ ഉംറ ഞങ്ങളൊരു വലിയൊരു കർമ്മമാണ്. അത് ഫെബ്രുവരി 8-ാം തീയതി ശനിയാഴ്ച പോവാണ്. നിങ്ങൾക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി അവൾ പ്രാർത്ഥിക്കും. അതുപോലെ ഞങ്ങൾക്കൊക്കെ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറയുന്നു. കൂടാതെ എൻ്റെ അമ്മയുടെ ജ്യേഷ്ഠത്തിൻ്റെ മകളാണ്, എൻ്റെ പെങ്ങളാണ്. എല്ലാവർക്കും നമസ്കാരമുണ്ട്. കഴിഞ്ഞ കൊല്ലം നമ്മുടെ പ്രോഗ്രാമിന് നമുക്ക് എത്തിച്ചേരാൻ പറ്റി. ഇപ്രാവശ്യം കൂടി ഓക്കെ. അടുത്ത പ്രാവശ്യം എനിക്കറിയില്ല ഈ സമയത്ത് വരാൻ പറ്റുമെന്ന്. എന്തായാലും ഫിറോസ് പറഞ്ഞ പോലെ ശശി നമുക്കൊരു മിസ്സിംഗ് ആണ്. കാരണം നമ്മുടെ ഗ്രൂപ്പിലെ എല്ലാ കാര്യങ്ങൾക്കും എല്ലാത്തിനും മുന്നേ എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പിലൊക്കെ ശശിയാണ്. അപ്പോൾ അവൻ്റെ ഒരു വരവ് നോക്കിയിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം പ്രോഗ്രാം ചെയ്താൽ വളരെ നന്നായിരുന്നു എന്നെൻ്റെ അഭിപ്രായം. കാലത്തോളം കാതരേ നീയൻ മുന്നിൽ കൽഹാരഹാരവുമായി നിൽക്കും.
രാധികയെ പോലെ കൽപ്പാന്തകാലത്തോളം കാതരേ നീ എൻ മുന്നിൽ കൽഹാരഹാരമായി നിൽക്കും. കർപ്പൂരമെരിയുന്ന കതിർമണ്ഡപത്തിലെ കാർത്തിക വിളക്കാണു നീ. കർപ്പൂരമെരിയുന്ന കതിർമണ്ഡപത്തിലെ കാർത്തിക വിളക്കാണു നീ. കഥന കാവ്യം പോലെ കളിയരങ്ങിൽ കണ്ട കഥന കാവ്യം പോലെ കളിയരങ്ങിൽ കണ്ട കതിർമൈതമയന്തി നീ. കതിർമൈതമയന്തി നീ. കൽപ്പാന്തകാലത്തോളം കാതരേ നീ എൻ മുന്നിൽ കൽഹാരഹാരമായി നിൽക്കും. കല്യാണരൂപനാകും കണ്ണന്റെ കരളിനെ കവർന്ന രാധികയെ പോലെ കവർന്ന രാധികയെ പോലെ കൽപ്പാന്തകാലത്തോളം കാതരേ നീ എൻ മുന്നിൽ കൽഹാരഹാരമായി നിൽക്കും. താങ്ക് യു. എന്നെ പ്രണയിച്ച കാട്ടുപൂവേ ഭ്രാന്തനെന്നെ നീയും വിളിക്കണം. എന്നെ പ്രണയിച്ച കാട്ടുപൂവേ ഭ്രാന്തനെന്നെ നീയും വിളിക്കണം. വേർപാടിൻ വേദന കണ്ണുനീരിട്ടുന്ന മിഴികളിൽ നിന്നു നീ വായിച്ചെടുക്കണം. വേർപാടിൻ വേദന കണ്ണുനീരിട്ടുന്ന മിഴികളിൽ നിന്നു നീ വായിച്ചെടുക്കണം. എന്നെ പ്രണയിച്ച കാട്ടുപൂവേ ഭ്രാന്തനെന്നെ നീയും വിളിക്കണം. വരളുന്ന തേങ്ങലിൽ പൊഴിയുന്ന വാക്കുകൾ നിന്റെ ആ ഹൃദയത്തിലെഴുതി സൂക്ഷിക്കണം. വരളുന്ന തേങ്ങലിൽ പൊഴിയുന്ന വാക്കുകൾ നിന്റെ ആ ഹൃദയത്തിലെഴുതി സൂക്ഷിക്കണം. കനമുള്ള കഥനങ്ങൾ ചിതയിലമരുമ്പോൾ അറിയാതെ വന്നൊന്നു നോക്കി നിന്നിടണം. അകലുന്ന പകലിൻ്റെ സ്വപ്നങ്ങൾ പേറി നീ രാവോടു ചെന്നൊരു കള്ളം മരിച്ചവരുണ്ടോ? ആഹാ ആഹാ ആഹാ. ചന്ദ്രകളവം ചാർത്തിയുറങ്ങും തീരം ഇന്ദ്രധനുസിൻ തൂവൽ പൊഴിയും തീരം. ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി? എനിക്കിനിയൊരു ജന്മം കൂടി. ചന്ദ്രകളവം ചാർത്തിയുറങ്ങും തീരം പകരാൻ കാണാനുള്ളതു കരളിൽ പകരാൻ ഞാനുണ്ടല്ലോ ചാരെ കണ്ണാൻ ഞാനുണ്ടല്ലോ ചാരേ.
കൺമണി നീയൻ കരം പിടിച്ചാൽ കണ്ണുകളെന്തിനു വേറെ എനിക്കു കണ്ണുകളെന്തിനു വേറെ കുപ്പിക്കരിവള കിലുക്കി ഞാനൻ കുപ്പിക്കരിവള കിലുക്കി ഞാനൻ കൽബിൽ മുട്ടി വിളിച്ചാലോ സുന്ദരരാവിൽ നൃത്തം ചെയ്യും ചന്ദ്രികയെന്തെന്നറിയും മണിയമ്മ പൂമുല്ല കാവിലമ്മ കലമാന്റെ മീഴിയുള്ള കളിത്തത്തമ്മ പുലയനാർമണിയമ്മ പൂമുല്ല കാവിലമ്മ കലമാന്റെ മീഴിയുള്ള കളിത്തത്തമ്മ ആളിമാറുകൂടിയാമ്പൽപ്പുകടവിങ്കൽ ആയില്യം പൂനിലാവിൽ കുളിക്കാൻ പോയി പുലയനാർമണിയമ്മ പൂമുല്ല കാവിലമ്മ കലമാന്റെ മിഴിയുള്ള കളിത്തത്തമ്മ അരളികൾ പൂക്കുന്ന തഴയിലപ്പോൾ നിന്ന മലവേട ചെറുക്കൻ്റെ മനം തുടിച്ചു അരളികൾ പൂക്കുന്ന കരയിലപ്പോൾ നിന്ന മലവേട ചെറുക്കൻ്റെ മനം തുടിച്ചു അവളുടെ കരിയിൽ അവൻ മുങ്ങി അവളുടെ പാട്ടിൻ്റെ ലഹരിയിൽ അവൻ മുങ്ങി ഇളം കാറ്റിലിളകുന്ന വള്ളി പോലെ പുലയനാർമണിയമ്മ പൂമുല കാവിലമ്മ കലമാന്റെ മേളിയുള്ള കളിത്തത്തമ്മ. കുറേ കാലമായി പാട്ടൊക്കെ പാടിയിട്ടില്ല. മ്യൂസിക്കൊന്നും വേണ്ട, ജസ്റ്റ് ആ സുനിയോട്ടില്ല. എൻ്റെ മൺവീണയിൽ കൂടണയാനൊരു മൗനം പരന്നു പരന്നു വന്നു പാടാൻ മറന്നൊരു പാട്ടിലെ തീർക്കണം പാറി പറന്നു വന്നു എൻ്റെ മൺവീണയിൽ കൂടണയാനൊരു മൗനം പറന്നു പറന്നു വന്നു പാടാൻ മറന്നൊരു പാട്ടിലെ തീർക്കണം പാറി പറന്നു വന്നു പൊൻതൂവലെല്ലാം ഒതുക്കി ഒരു നൊമ്പരം നെഞ്ചിൽ പിടഞ്ഞു തൂവലെല്ലാം ഒതുക്കി ഒരു നൊമ്പരം നെഞ്ചിൽ പിടഞ്ഞു സ്നേഹം തഴുകി തഴുകി വിടർത്തിയ മോഹത്തിൻ പൂക്കളുലഞ്ഞു എൻ്റെ മൺവീണയിൽ കൂടണയാനൊരു മൗനം പറന്നു പറന്നു വന്നു പാടാൻ മറന്നൊരു പാട്ടിലെ കേൾക്കണം പാറി പറന്നു വന്നു പൂവിൻ ചോടിയിലും മൗനം ഭൂമി ദേവിതൻ ആത്മാവിൽ മൗനം പൂവിൻ ചോടിയിലും മൗനം ഭൂമി ദേവിതൻ ആത്മാവിൽ മൗനം വിണ്ണിൻ്റെ കണ്ണുനീർത്തുള്ളിയിലും കൊച്ചുമൺതരി
പറന്നൊരു പാട്ടിലെ കേൾക്കണം പാറി പറന്നു വന്നു. ഗസൽ പാടുന്ന രാവിൽ നിലാവിൽ, ഗസൽ പാടുന്ന രാവിൽ നിലാവിൽ കണ്ടു പൂമുഖം നല്ല മുഞ്ചിൽ. ഗസൽ പാടുന്ന രാവിൽ നിലാവിൽ കണ്ടു പൂമുഖം നല്ല മുഞ്ചിൽ. ഇല്ലമെന്നെ പോലോ ദുനിയാവിൽ കണ്ടതില്ല പെണ്ണേ മുന്നിൽ. ഗസൽ പാടുന്ന രാവിൽ നിലാവിൽ, ഗസൽ പാടുന്ന രാവിൽ നിലാവിൽ കണ്ടു പൂമുഖം നല്ല മുഞ്ചിൽ. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു. അതിലായിരമാസകളാൽ ഒരു പൊൻവല നെയ്യും തേൻ വണ്ടു ഞാൻ അലരേ തേൻ വണ്ടു ഞാൻ. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു. അതിലായിരമാസകളാൽ ഒരു പൊൻവല നെയ്യും തേൻ വണ്ടു ഞാൻ അലരേ തേൻ വണ്ടു ഞാൻ. മധുരമൃതജലശേഖരം നയനമദന ശിശിരാമൃതം തിരിമണിയിൽ ചെറുകിളികൾ മേഘനീലമുരുകി വരൂ. പൂന്തുരുൾ ചായൽ എന്തൊരുന്മാദം എന്തൊരാവേശം ഒന്നു പുൽക ഒന്നാകുവാൻ അഴകേ ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു. അതിനായിരമാസകളാൽ ഒരു പൊൻവല നെയ്യും ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു. അതിനായിരമാസകളാൽ ഒരു ഞാൻ അലരേ തേൻ വണ്ടു ഞാൻ. നീളെ മണിമുഖി
കതിരാടും മിഴിയാളെ തമ്പുരാനെത്തിടും മുന്നിക്കരിങ്കാറ് കോര പറിച്ചാട്ടേ താരക പെണ്ണാളെ കതിരാടും മിഴിയാളെ തമ്പുരാനെത്തിടും മുന്നിക്കരിങ്കാറ് കോര പറിച്ചാട്ടെ തക തക താത്തിനും തക തെയ്താര തകതിനും തക തെയ്താര താത്തിനും തക തകതിനും തക തകതിനും തക തെയ്താര ഏ ഓ താരക പെണ്ണാളെ കതിരാടും മിഴിയാളെ തമ്പുരാനെത്തിടും മുന്നേ കരിങ്കാരി കോര പറിച്ചാട്ടെ തകതര തകതിനും തക തെയ്താര താത്തിനും തക തകതിനും തക താത്തിനും തക തെയ്താര തകതിനും തക തെയ്താര ഏ ഓ താരക പെണ്ണാളെ കരിങ്കാരി കോര പറിച്ചാട്ടെ തക തക താത്തിനും തകിനും തക തകതിനും തക തകതിനും തക തെയ്താര ചിതറിത്തെറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ ഈ പുഞ്ചിരിയൊന്നു മാത്രം മഴവില്ല് പോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ ഗർഗങ്ങളും തുളസി കതിർത്തുമ്പു മോഹിക്കും നിന്റെ ഈ വാനൂലി ചുരുളിലെത്താൻ പൂജക്കെടുക്കാത്ത പൂവായ ഞാനും മോഹിച്ചിടുന്നു നിന്നടുകിലെത്താൻ മണമില്ല മധുവില്ല പൂജക്കെടുത്തിട്ടു പൂവാണു ഞാൻ ഇടരുമ്പേ പൊഴിയുന്ന ഇതളുള്ളിടുമ്പോൾ നിന്റെ കൊലുസിൻ്റെ നാദങ്ങളിൽ ഞാൻ താനേ മറന്നു പോയിടുന്നു കാലം കാത്തിരിക്കാം ഇനിയുള്ള കാലം കാത്തിരിക്കാം ചന്തം ഏനുണ്ടോടി താമര ചന്തം ഏനുണ്ടോടി മാരിൽ ചന്തം ഏനുണ്ടോടി മാമഴ ചന്തം കമ്മലിട്ടു പൊട്ടുതൊട്ടു ഏനീതൊന്നും അറിഞ്ഞതേയില്ലേ പൊന്നാര പൂങ്കുയിലേ പുഴാകെ
ഓട്ടുന്നോ വണ്ടിയിലോ കിട്ടുന്നോരായാസം വണ്ടിയിലോ കിട്ടുന്നോരായാസം എന്നെ കുറിച്ചില്ല മുതിരയ്ക്കോ മതിലില്ല മതിലാൽ പാപി മുളക്കില്ല പാലിനോ കൈപ്പില്ല നീട്ടാത്ത രാഗമില്ല ഉടപ്പുഴ പോലൊരു പെട്ടിയിലേ കിട്ടിയ ഉടപ്പുഴ പിന്നെ ഞാൻ കണ്ടിട്ടില്ല ഓടപ്പഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ ഓടപ്പുഴാകെ അലഞ്ഞോനാണ്ടേ മണിത്തുളുമ്പി നീ എന്നറിയുന്നു തുടക്കാതെ ഒന്നും പറയാതെ ഒരു വട്ടം കൂടിയെന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം ഒരു വട്ടം കൂടിയെന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലി മരമൊന്നുലുത്തു